വിവാദങ്ങൾക്കൊടുവിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ പി രവീന്ദ്രനെ നിയമിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉത്തരവിട്ടു. സർവകലാശാല കെമിസ്ട്രി പ്രൊഫസറായ ഡോക്ടർ പി രവീന്ദ്രൻ കഴിഞ്ഞ 1.5 വർഷമായി കാലിക്കറ്റ് സർവകലാശാലയുടെ താൽക്കാലിക വിസിയാണ്. വൈസ് ചാൻസലർ നിയമനത്തിനായി നിയമിച്ച 3-അംഗ സമിതി തയ്യാറാക്കിയ പാനലിൽ നിന്നാണ് ചാൻസലർ ഡോക്ടർ രവീന്ദ്രനെ വിസിയായി നിയമിച്ചത്. 4 വർഷത്തേക്കാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനം നടന്നതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4 സ്ഥിരം വിസിമാർ നിയമിതരായി. കേരള MG സർവകലാശാല വിസിമാരെ തെരഞ്ഞെടുക്കുന്നതിന് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കാൻ ഗവർണർ 2 സർവകലാശാലകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മദ്രാസ് IITയിൽ നിന്നും PhD നേടിയ പ്രൊഫസർ രവീന്ദ്രൻ 2005-ൽ കാലിക്കറ്റ് സർവകലാശാലയിൽ റീഡറായി നിയമിതനാകുന്നതിന് മുൻപ് ജർമ്മനിയിലെ ഗോട്ടിൻജൻ സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ വിസിറ്റിംഗ് സയന്റിസ്റ്റായും അമേരിക്കയിലെ നോർത്ത് കരോലിന സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റായും ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ശാസ്ത്രജ്ഞനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ രവീന്ദ്രന്റെ ഭാര്യ പ്രൊഫസർ MR രശ്മി പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്നു. ബാംഗ്ലൂർ IBMൽ കമ്പ്യൂട്ടർ വിദഗ്ധയായ ലക്ഷ്മി, വിദ്യാർത്ഥിയായ ഗൗരി ശങ്കർ എന്നിവർ മക്കളാണ്. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനം നടന്നത്. ചാൻസലറുടെ നിർദ്ദേശാനുസരണം 4 തവണ സെനറ്റ് യോഗം ചേർന്ന ശേഷമാണ് ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരം സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തത്. തുടർന്ന് ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റി കഴിഞ്ഞ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അപേക്ഷകരായ 35 പേരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് 5-അംഗ പാനൽ ഗവർണർക്ക് സമർപ്പിച്ചത്. പതിവിന് വിപരീതമായി സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ 3 പേരും നേരിട്ട് ഗവർണറെ സന്ദർശിച്ചാണ് പാനൽ കൈമാറിയത്. അതിനിടെ വിസി തെരഞ്ഞെടുപ്പിനുള്ള അപേക്ഷ സ്വീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ച ലോക് ഭവന്റെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും വിസി നിയമന നടപടി തടയാൻ വിസമ്മതിച്ച ഹൈക്കോടതി ഹർജി ഈ മാസം 27-ാം തീയതിക്ക് മാറ്റി. കോടതി വിധിക്ക് വിധേയമായാണ് ഗവർണർ വിസി നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചത്.